വെറും 30 രൂപ മുടക്കിയാൽ കോടീശ്വരനാവാം. കേൾക്കുമ്പോൾ കൊള്ളാം അല്ലേ? challenge30.org എന്നൊരു പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനമാണിത്. അപ്പോൾ അവരുടെ പ്രൊമോഷണൽ ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. തുടങ്ങുന്നത് തന്നെ നമ്മളോടുള്ള ഒരു ചോദ്യത്തോടെയാണ്. നിങ്ങളുടെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇത് നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടെന്നാണ് challenge30.org പറയുന്നത്. അവരുടെ പ്രധാന ഫിലോസഫി ഇതാണ്: പരസ്പരാശ്രിതത്വമാണ് സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരുമിച്ച് പരസ്പരം സഹായിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന്. കൊള്ളാം, നല്ലൊരു ആശയമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്ലാൻ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 5 കാര്യങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കും. പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വരുമാനം കിട്ടുന്ന വഴികൾ, ആ പറഞ്ഞ ശതകോടികളുടെ വാഗ്ദാനം, പിന്നെ ഏറ്റവും പ്രധാനമായി ഈ കളിയുടെ നിയമങ്ങൾ. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നൊരു കാഴ്ചപ്പാട്. എന്താണിവരുടെ ലക്ഷ്യം? സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുക. അതാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അവരുടെ ഡോക്യുമെന്റ് അനുസരിച്ച് challenge30.org എന്ന് പറഞ്ഞാൽ ഒരേ ചിന്താഗതിയുള്ള, പരസ്പരം സഹായിക്കാൻ മനസ്സുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. പുതിയ പുതിയ ഐഡിയകൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിയെയും അതുവഴി ആ സമൂഹത്തെ മൊത്തത്തിലും വളർത്തുക. അതാണ് ലക്ഷ്യം. ഇവരുടെ ഒരു മോട്ടോ എന്ന് പറയാം: മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ഉയരുന്നു. ഈ ഒരു ചിന്തയിലാണ് അവരുടെ സിസ്റ്റം മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നമുക്കും ഗുണം കിട്ടും. ഒരുമിച്ച് വളരാം. അതാണ് കോൺസെപ്റ്റ്. ശരി, ഈ ആശയങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊക്കെ എങ്ങനെയാണ് പണമായി മാറുന്നത് അല്ലേ? അപ്പൊ നമുക്കിതിന്റെ പ്രവർത്തന രീതി, ആ വർക്കിംഗ് ഫോർമുല എന്താണെന്ന് നോക്കാം. തുടങ്ങാൻ വേണ്ടത് ഒരൊറ്റ കാര്യമേയുള്ളൂ: വെറും 30 രൂപ. ഇതൊരു സംഭാവനയായിട്ടാണ് അവർ പറയുന്നത്. ഇതാണ് ഇതിലേക്കുള്ള നമ്മുടെ എൻട്രി ടിക്കറ്റ്. അപ്പോ നിങ്ങൾ 30 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തു. ഉടനെ തന്നെ നിങ്ങൾക്കൊരു ചാലഞ്ച് വരും: 48 അവർ ചലഞ്ച്. സംഭവം സിമ്പിളാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ, നിങ്ങൾ 2 പുതിയ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആദ്യം കൊടുത്ത 30 രൂപ നിങ്ങളുടെ വാലറ്റിലേക്ക് തിരികെ വരും. അതായത് വേഗത്തിൽ ആളുകളെ ചേർക്കുന്നവർക്ക് ഒരു ഇൻസെന്റീവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചലഞ്ച് പൂർത്തിയാക്കി, സിസ്റ്റത്തിന്റെ ഭാഗമായി. ഇനി എങ്ങനെയാണ് വരുമാനം വരുന്നത്? ഒരു വഴിയല്ല, പല വഴികളിലൂടെ വരുമാനം നേടാമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ 10 തരം വരുമാനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 48 മണിക്കൂർ ചാലഞ്ച് ഇൻകം, ലെവൽ ഇൻകം, ഓട്ടോപൂൾ, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് ലെവൽ ഇൻകം ആണ്. അപ്പം നമുക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ എഞ്ചിൻ എന്ന് പറയാം, ലെവൽ ഇൻകം. സംഭവം ഇങ്ങനെയാണ്: നിങ്ങൾ 2 പേരെ ചേർക്കുന്നു, അവർ വേറെ 2 പേരെ ചേർക്കുന്നു. അങ്ങനെ നിങ്ങളുടെ താഴെയുള്ള നെറ്റ്വർക്ക് വലുതായിക്കൊണ്ടേയിരിക്കും. ഓരോ ലെവലിലും ആളുകൾ കൂടുമ്പോൾ നിങ്ങളുടെ വരുമാനം കൂടുന്നു. ഈ ടേബിൾ നോക്കിയാൽ മതി. 1ാമത്തെ ലെവലിൽ 8 രൂപ കിട്ടുമെങ്കിൽ 15ാമത്തെ ലെവൽ എത്തുമ്പോഴേക്കും അത് 1,30,000-ന് മുകളിലെത്തുമെന്നാണ് ഈ കണക്ക് പറയുന്നത്. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. 1,00,000 രൂപയൊക്കെ ഒരു തുടക്കം മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ ലെവലുകൾ മുന്നോട്ടു പോകുന്തോറും സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ശതകോടികളുടെ വാഗ്ദാനത്തെക്കുറിച്ചാണ്. അവരുടെ ഏറ്റവും വലിയ പ്രോമിസ്, അല്ലെങ്കിൽ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്: 200 കോടി ക്ലബ്, 30 മാസം, അതായത് 2.5 വർഷം കൊണ്ട് ഞെട്ടിക്കുന്ന വരുമാനം നേടാനുള്ള ഒരു പ്ലാനാണിത്. നമുക്ക് ആ വളർച്ചയൊന്ന് നോക്കാം. ലെവൽ 19 ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന വരുമാനം 5,24,000 രൂപയാണ്. ഇവിടെ മുതലാണ് സംഖ്യകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ തുടങ്ങുന്നത്. അവിടുന്ന് വെറും 5 ലെവലുകളിൽ കൂടി കഴിയുമ്പോൾ, അതായത് ലെവൽ 24-ൽ സംഖ്യ എവിടെ എത്തിയെന്ന് നോക്കൂ. 1,67,00,000. ആ വളർച്ചയുടെ ഒരു സ്പീഡ് കണ്ടോ? ഇനി ലെവൽ 29. അപ്പോഴേക്കും വരുമാനം 53 കോടി രൂപ കവിഞ്ഞിരിക്കും. ഓർക്കണം, നമ്മൾ തുടങ്ങിയത് വെറും 30 രൂപയിൽ നിന്നാണ്. അവസാനം 30 ലെവലുകൾ കഴിയുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന മൊത്തം വരുമാനം 1,610 കോടി രൂപയ്ക്ക് മുകളിൽ. 30 രൂപയിൽ തുടങ്ങി 1,600 കോടിയിൽ അവസാനിക്കുന്ന ഒരു യാത്ര. അതാണിവരുടെ ഫൈനൽ പ്രോമിസ്. അപ്പോ ഇത്രയും വലിയ സംഖ്യകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇതിന് നിബന്ധനകളൊന്നുമില്ലേ? തീർച്ചയായുമുണ്ട്. അപ്പോ
എന്തൊക്കെയാണ് ഈ കളിയുടെ നിയമങ്ങൾ? നമുക്ക് നോക്കാം. ഈ പൈസയൊന്നും അങ്ങനെ അങ്ങ് കയ്യിൽ കിട്ടില്ല. നിങ്ങളുടെ വരുമാനം പിൻവലിക്കുന്നതിനും കാണുന്നതിനുമൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്, തുടക്കത്തിൽ പണം പിൻവലിക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ കുറഞ്ഞത് 2 പേരെ സ്പോൺസർ ചെയ്യണം. അതുപോലെ 15 ലെവലിനു മുകളിലുള്ള വരുമാനം കാണണമെങ്കിൽ നിങ്ങൾ വീണ്ടും സംഭാവന നൽകണം. അതായത് ഓരോ ഘട്ടത്തിലും വരുമാനം അൺലോക്ക് ചെയ്യാൻ ചില കടമ്പകളുണ്ട്. ആ കോടികളിലേക്കെത്തണമെങ്കിൽ വീണ്ടും പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണം. ലെവലുകൾ കൂടുന്തോറും അടുത്ത ഘട്ടത്തിലെ വരുമാനം അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ വീണ്ടും സംഭാവനകൾ നൽകേണ്ടിവരും. 16 മുതൽ 20 വരെയുള്ള ലെവലുകൾക്ക് 100 രൂപ, പിന്നെ 1000 രൂപ, അവസാനം 10,000 രൂപ വരെ സംഭാവന നൽകി അപ്ഗ്രേഡ് ചെയ്യണം. പോരാത്തതിന് പണം പിൻവലിക്കുമ്പോൾ 5% അഡ്മിൻ ഫീസുമുണ്ട്. അപ്പോ നമ്മൾ കണ്ടു, വെറും 30 രൂപയിൽ തുടങ്ങി 1600 കോടി രൂപയിലേറെ നേടാമെന്നുള്ളൊരു വഴിയാണ് ഈ പ്ലാൻ കാണിച്ചു തരുന്നത്. പരസ്പരം സഹായിക്കുക എന്ന ഈ ആശയം ഈ എക്സ്പൊണൻഷ്യൽ വളർച്ചയുടെ യഥാർത്ഥ ശക്തിയെയാണോ നമുക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നത്, അതോ ഈ തലകറങ്ങുന്ന കണക്കുകൾക്ക് പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റെന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ?